നമസ്തേ. നമ്മുടെ വീഡിയോകളുടെ താഴെ വരുന്ന കമൻറ്റുകളിൽ നിന്നൊരു കമൻറ്റായ നീചത്തിൻ്റെ ദോഷം, നീചഗ്രഹത്തിൻ്റെ ദോഷം എന്ന് പറയുന്ന ഒരു കമൻറ്റ് എടുത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നീചഗ്രഹത്തിൻ്റെ ദോഷം എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഞാൻ പല നീചഗ്രഹത്തിനെക്കുറിച്ചും നീചഭംഗത്തെക്കുറിച്ചും നീചഭംഗ രാജയോഗത്തെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും പലർക്കും ജ്യോതിഷത്തിൽ അങ്ങനെയാണ്. അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരുപാട് റിസ്ക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. കാര്യം ഒരുപാട് കോമ്പിനേഷൻസാണ്. ഇപ്പോൾ നമ്മൾ കോമ്പിനേഷൻസ് എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളുണ്ട്, അതുപോലെ ഭാവങ്ങളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ദശകളുണ്ട്. ഇതിനൊക്കെ നിയന്ത്രിക്കാൻ തരത്തിൽ ലഗ്നം എന്ന് പറയുന്ന പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോമ്പിനേഷൻ ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പോൾ അതിൽ തന്നെ ഗ്രഹങ്ങളുടെ ബലം, ഗ്രഹങ്ങൾക്ക് പ്രധാനമായിട്ടും സ്ഥാനബലം, ദിഗ്ബലം, ദൃഗ്ബലം, കാലായന, ജ്യേഷ്ഠാബലം എന്ന് പറയുന്ന 6 തരം ബലങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുക സ്ഥാനബലം, ദിഗ്ബലം, ദൃഗ്ബലം എന്ന് പറയുന്നതാണ്. സ്ഥാനബലം, ദിഗ്ബലം, ദൃഗ്ബലം എന്ന് പറയുന്ന 3 വിഷയങ്ങളാണ്. നമ്മളത് മനസ്സിലാക്കുക തന്നെ വേണം. ഒരു ഗ്രഹത്തിൻ്റെ ബലം അത് കാല അയന ജ്യേഷ്ഠാബലത്തിനേക്കാൾ സ്ഥാന ദിക് ദൃഗ്ബലം, സ്ഥാന ദിക് ദൃക് ബലം എന്ന് പറയുന്ന 3 ബലങ്ങളിലാണ്. അപ്പോൾ സ്ഥാനബലം എന്ന് പറയുന്നത് ഒരു ഗ്രഹങ്ങളുടെ പരിക്രമണ ബലമായിട്ടുണ്ടാവുന്നതാണ്. ദിഗ്ബലം എന്ന് പറയുന്നത് നിത്യഭ്രമണപരമായിട്ട് നിത്യമായിട്ടുണ്ടാവുന്നതാണ്. ഭൂമിയുടെ നിത്യഭ്രമണ സംബന്ധമായ ഫലത്തെയാണ് ദിഗ്ബലം എന്ന് പറയുന്നത്. ഒരു ദിവസം തന്നെയാണ് ദിഗ്ബലം സംഭവിക്കുക. അതായത് ഓരോ ഗ്രഹത്തിനും, ഇപ്പോൾ ലഗ്നത്തിൽ ഗുരു ബുധൻ, അപ്പോൾ ലഗ്നം ഗുരു ബുധൻ എവിടെ നിൽക്കുന്നോ അവിടെ വരുന്ന സമയത്താണ് ലഗ്നത്തിന് ദിഗ്ബലമായിട്ടുള്ള ഗുരു ബുധൻ ലഗ്നത്തിൽ വരുന്ന അവസ്ഥയുണ്ടാകുന്നത്. അത് നിത്യം ലഗ്നം, അതായത് ഭൂമി ചുറ്റുന്നതിനനുസരിച്ച് 12 ലഗ്നങ്ങളിലൂടെയും ഒരു ദിവസം സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ഗ്രഹങ്ങൾക്കും ദിഗ്ബലം സംഭവിക്കും നിത്യവും. സ്ഥാനബലം അങ്ങനെ സംഭവിക്കില്ല. സ്ഥാനബലം പരിക്രമണ ഫലമാണ്. അതുകൊണ്ട് തന്നെ ദിഗ്ബലം പോലെയല്ല. ദിഗ്ബലം എന്ന് പറയുന്നത് ലഗ്നത്തിലെ ഗുരു, അതുപോലെ ബുധൻ, 4-ാം ഭാവത്തിലെ ചന്ദ്രൻ, ശുക്രൻ, 7-ാം ഭാവത്തിലെ ശനി, 10-ാം ഭാവത്തിലെ ചൊവ്വ, രവി. ഇങ്ങനെയാണ് ദിഗ്ബലം വരിക. 4-ല് ശുക്രനും ചന്ദ്രനും, ലഗ്നത്തിൽ ബുധൻ ഗുരു, 7-ല് ശനി, 10-ല് രവി, ചൊവ്വ. ഇവർക്ക് സ്ഥാനബലമില്ലാതെ, ഈ പാപഗ്രഹങ്ങൾക്ക് സ്ഥാനബലമില്ലാതെ ദിഗ്ബലം വരുന്നത് നല്ലതാണ്. പാപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ശനി, ചൊവ്വ, സൂര്യൻ. ശനി, ചൊവ്വ, സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹങ്ങളാണ്. അവർക്ക് സ്ഥാനബലമില്ലാതെ ദിഗ്ബലം വരുന്നത് നല്ലതാണ്. ശുഭഗ്രഹങ്ങൾക്ക് സ്ഥാനബലവും ദിഗ്ബലവും വരുന്നത് നല്ലതാണ്. മീൻസ് ഗുരുവിന് ലഗ്നത്തിൽ തന്നെ ഗുരു വരിക, അതിന് അത്യാവശ്യം സ്ഥാനബലം ഉണ്ടാവുക, അത് ദോഷമല്ല. അതുപോലെ തന്നെ ബുധൻ ദിഗ്ബലത്തിൽ വരിക, സ്ഥാനബലം ഉണ്ടാവുന്നത് ദോഷമല്ല. ശുക്രനാണെങ്കിലും 4-ല് ശുക്രൻ ദിഗ്ബലത്തോടു കൂടി നിൽക്കുന്നത് ദോഷമല്ല. ചന്ദ്രനാണെങ്കിലും അങ്ങനെയാണ്. ചന്ദ്രന് പ്രധാനമായിട്ടും പക്ഷബലമാണ്, സ്ഥാനബലത്തിനേക്കാൾ കൂടുതൽ. ചന്ദ്രനെ വിശേഷിച്ച് ചന്ദ്രനൊരു പ്രധാന അവസ്ഥയാണ്, ഉപഗ്രഹമാണ്. അത് പക്ഷബല പ്രധാനിയാണ്. യഥാർത്ഥത്തിൽ ചന്ദ്രൻ പക്ഷബലത്തിനാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ. അപ്പോൾ സ്ഥാനബലം എന്ന് പറയുന്നതിൽ ദിഗ്ബലത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി സ്ഥാനബലത്തിലാണ് നീചം എന്ന് പറയുന്ന ഒരവസ്ഥ വരെ. സ്ഥാനബലത്തിൽ ഗ്രഹം നശിച്ചു പോകാൻ, അല്ലെങ്കിൽ ഗ്രഹത്തിന് ബലം തരാതിരിക്കാനുള്ള അവസ്ഥകളെക്കുറിച്ചും പറഞ്ഞു. ഗ്രഹത്തിൻ്റെ ബലക്കുറവ് വരുന്ന അവസ്ഥകളാണ്: 1 ഗ്രഹം അസ്തമനം ചെയ്യുന്നത്, 2 അത് ഗ്രഹണം ചെയ്യുന്നത്. ഗ്രഹണം രാഹുവും കേതുവുമായിട്ടാണ് വരിക. അസ്തമനം സൂര്യനുമായിട്ട്, ഏത് ഗ്രഹവും സൂര്യനുമായി ചേരുന്നതാണ് അസ്തമനം എന്ന് പറയുന്നത്. ഏത് ഗ്രഹവും രാഹുവുമായും കേതുവുമായും ചേരുന്നതാണ് ഗ്രഹണം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് ഏത് ഗ്രഹവും ബന്ധുക്ഷേത്രത്തിനേക്കാൾ കുറഞ്ഞ, ബന്ധു അല്ലെങ്കിൽ സുഹൃക്ഷേത്രത്തിനേക്കാൾ ശത്രുക്ഷേത്ര സ്ഥിതി, അതാണ് ശത്രു അതിശത്രു എന്നൊക്കെ പറയും. ശത്രുക്ഷേത്ര സ്ഥിതി വരുന്നതും ബലക്കുറവ് കാണിക്കുന്നതാണ്. പിന്നെ ഗ്രഹം നീചത്വം വരുന്നതും ബലക്കുറവ്, ഗ്രഹത്തിൻ്റെ ബലക്കുറവ് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഗ്രഹം പാപഗ്രഹങ്ങളുമായി ചേരുന്നത്. ഇപ്പോൾ ഗുരു വന്നിട്ട് വളരെ ശക്തനാണ്, അതിലൊക്കെ നമുക്ക് കാണാം. പല ഗ്രഹങ്ങളിലും പല ജാതകങ്ങളിലും കാണാം.
ഗുരു വളരെ ശക്തനായിരിക്കും, ഉച്ചഗുരു. ഇപ്പോൾ ചില ജാതകങ്ങളിൽ, അപൂർവം ചില ജാതകങ്ങളിൽ കാണാം ഉച്ചഗുരു ഉണ്ട് ലഗ്നത്തിൽ, കർക്കടക ലഗ്നം, അതിൽ ഗുരു, ശുക്രൻ, ചൊവ്വ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്ന ജാതകം കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ ചില സമയത്ത് അതിന് ഓപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ശനിയുടെ ദൃഷ്ടി ഉണ്ടാവും. അപ്പോൾ ദിഗ്ബലത്തിൽ ശനി നിന്നിട്ട് ആ ശനി ലഗ്നവുമായിട്ട് ഏറ്റവും അടുപ്പമുണ്ടെങ്കിൽ ശനിയുടെ ബലം ഏറി നിൽക്കുമെന്നുള്ളതാണ്. ഗുരുവിൻ്റെയോ ശുക്രൻ്റെയോ ചൊവ്വയുടെയോ ലഗ്നസ്ഥിതി കൊണ്ട് ലഗ്നത്തിൻ്റെ ശുഭത്വത്തിനേക്കാൾ ഒരുപക്ഷെ ശനി ലഗ്നവുമായിട്ട് വളരെ അടുത്ത ഡിഗ്രികളിൽ വരുമ്പോൾ ശനിക്ക് ദിഗ്ബലം 7 നിൽക്കുന്നതുകൊണ്ട് ശനിക്ക് ദിഗ്ബലത്തിൻ്റെ ശനിയുടെ ഫലങ്ങൾ ഏറി നിൽക്കുന്ന ജാതകങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്ഥാനബലം, ഈ അസ്തമനം, ഗ്രഹണം, അതുപോലെ നീചം, അതുപോലെ ശത്രുക്ഷേത്രസ്ഥിതി, പാപഗ്രഹബന്ധം, ഇത് വന്നുകൂടാന്ന് പറഞ്ഞു. അതിൽ സ്ഥാനബലത്തിലെ ഒരു വിഷയമാണ് നീചം എന്ന് പറയുന്നത്. ഗ്രഹത്തിൻ്റെ നീചം വന്നാൽ എന്ത് സംഭവിക്കും, ഇതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഒരു ഗ്രഹത്തിന് 2 തരം ബലങ്ങളാണ് നമുക്ക് തരിക. 2 ബലങ്ങളാണ് നമുക്ക് തരിക. ഒന്ന് കാരകബലം എന്ന് പറയും, ഗ്രഹത്തിൻ്റെ കാരകത്വം, ഗ്രഹത്തിൻ്റെ കാരകബലങ്ങൾ. പിന്നെ ഒന്ന് ആധിപത്യ ബലങ്ങൾ. ഇത് ശരിക്കും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ജ്യോതിഷത്തിൽ, എന്നാലേ ഫലത്തിലേക്ക് നമുക്ക് പോകാനേ പറ്റുള്ളൂ. എന്താണ് വെറുതെ ഗ്രഹം ഉച്ചത്തിൽ നിന്നേ കൊണ്ട് ഗുണമുണ്ടോ? അത് ആധിപത്യ ഗുണമാണോ കാരകത്വ ഗുണമാണോ കിട്ടുക എന്നറിയണം. ഒരു ഗ്രഹം ഉച്ചത്തിൽ പോകുമ്പോൾ നമുക്ക് കാരകത്വ ഗുണം പൂർണ്ണമായിട്ടും ജീവിതം മുഴുക്കെ നമുക്ക് കിട്ടും. ഏത് ഗ്രഹമാണെങ്കിലും, ഇപ്പോൾ ബുധൻ ഉച്ചത്തിലാണ്, നമുക്ക് ബുദ്ധിയുള്ള ആളായിരിക്കും. ഗുരു ഉച്ചത്തിലാണ്, ഗുരുവിൻ്റെ സന്താന ഗുണം, ധനഗുണം, ധനവൈഭവം, അധ്യാപനശേഷി, ഇത്തരം കാര്യങ്ങളൊക്കെ ഗുരുവിൻ്റെ ഉച്ചസ്ഥിതി കൊണ്ട് അദ്ദേഹം നോർമലായിട്ട് അദ്ദേഹത്തിൽ ഉണ്ടാവും. ശുക്രൻ്റെ മാളവ്യയോഗം, ശുക്രൻ്റെ ഗുണം, ലക്ഷറീസ് മൈൻഡ്, നമ്മൾ ചെലവഴിക്കാനുള്ള ശേഷിയുള്ള ഒരു നല്ല ആസ്വദിക്കാനുള്ള, കാമങ്ങളെ ആസ്വദിക്കാനുള്ള എല്ലാവിധ തോന്നലുകളും, കാമങ്ങളെ ആസ്വദിക്കാനുള്ള വ്യയങ്ങളും, അതെല്ലാം ഈ ശുക്രൻ ഉച്ചം ചെയ്യുന്ന ആളിലുണ്ടാവും. കാരകത്വമായിട്ട് ശുക്രൻ്റെ ഉച്ചസ്ഥിതി കാരകത്വമാണ്. അപ്പോൾ ആ ഗ്രഹത്തിൻ്റെ കാരകത്വം ജീവിതം മൊത്തം ഉണ്ടാവും. ഇതേ സമയം ഒരു ഗ്രഹം ഉച്ചമാണോ അല്ലെങ്കിൽ നീചമാണെങ്കിൽ എന്ത് സംഭവിക്കും? കാരകത്വം കുറഞ്ഞിരിക്കും. ഇപ്പോൾ ബുധൻ നീചമാണ്, അപ്പോൾ ബുദ്ധി കുറഞ്ഞിരിക്കും. നീചഭംഗം വരുമ്പോഴാണ്, സ്വതവേ ബുധൻ നീചം വരുമ്പോൾ എപ്പോഴും ശുക്രൻ അടുത്തുണ്ടാവും. കാര്യം ബുധനും ശുക്രനും സൂര്യനും ഒന്നിച്ച് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളായതുകൊണ്ട് ബുധൻ്റെ നീചം പരമാവധി ശുക്രൻ്റെ യോഗം കൊണ്ട് ഇല്ലാതെയാവുന്നത് കാണാം. അല്ലെങ്കിൽ ചന്ദ്രൻ്റെ കേന്ദ്രം, പ്രധാനമായിട്ടും ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ വരുന്ന ബുധനും അതുപോലെ ഗുരുവിനും ചന്ദ്രകേന്ദ്രത്തിൽ വന്നാൽ തന്നെ ശുഭത്വം വരും. ചന്ദ്രൻ്റെ കേന്ദ്രം നിൽക്കുന്ന ബുധൻ, അത് 4-ലാവാം, 7-ലാവാം, 10-ലാവാം, ചന്ദ്രൻ്റെ ഏതെങ്കിലും ഒരു കേന്ദ്രസ്ഥിതി ഉണ്ടായാൽ മതി, ബുധന് ശുഭത്വം കാണാം. ചന്ദ്രൻ ഏകദേശം പ്രകാശം കൂടി ഉണ്ടെങ്കിൽ നല്ല ശുഭത്വം ഉണ്ടാകും. അപ്പോൾ ബുധൻ പൊതുവെ, അതായത് ബുദ്ധി എല്ലാവർക്കും ആവശ്യമുള്ള വിഷയമാണ്, പക്ഷെ അത് ഏറിയും കുറഞ്ഞിരിക്കും. ഏറി നിൽക്കണമെങ്കിൽ പ്രധാനമായിട്ടും ബുധൻ്റെ ശക്തി നമ്മൾ കണ്ടു. ഭദ്രായോഗം എന്ന് പറയുന്ന ഒരു യോഗം വെറും 4 രാശികൾക്കേ വരുള്ളൂ എന്ന് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം 4 രാശികൾ എന്ന് പറഞ്ഞാൽ മിഥുനം, കന്നി, ധനു, മീനം എന്ന് പറയുന്ന 4 രാശികൾക്ക് മാത്രമേ എന്തുള്ളൂ, ബുധൻ്റേതായിട്ടുള്ള ഭദ്രായോഗം. അതായത് അതിബുദ്ധി വരുന്നത് ജനങ്ങളിലെ 10% ആളുകൾക്കാണ്. വളരെയധികം ബുദ്ധിയുള്ള ആളുകൾ ഏത് കാലഘട്ടത്തിൽ നോക്കിയാലും ബുദ്ധിയുള്ള ആളുകളെ കുറവേ കാണുള്ളൂ. അതിന് കാരണം ബുധൻ്റെ ഈ ഒരു സ്ഥിതിയാണ്. അപ്പോൾ ബുധൻ്റെ നീചം വന്നു കഴിഞ്ഞാൽ ബുദ്ധി കുറഞ്ഞിരിക്കും. അതേപോലെ തന്നെ ഗുരുവിൻ്റെ നീചം വന്നു കഴിഞ്ഞാൽ സന്താനങ്ങൾ കുറഞ്ഞിരിക്കും. അതുപോലെ ധനം കുറഞ്ഞിരിക്കും, ധനപരമായിട്ടുള്ള അവസ്ഥകൾ കുറഞ്ഞിരിക്കും, അധ്യാപന ശേഷി, കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം കുറഞ്ഞിരിക്കും. ശുക്രൻ അതുപോലെ തന്നെ, ശുക്രൻ നീചം പോയി കഴിഞ്ഞാൽ ലക്ഷറി ആവാൻ കഴിയില്ല. നമ്മൾ നേരെ ഓപ്പോസിറ്റ് ചിന്തയുണ്ടാവുക. വണ്ടി, വാഹനം, വീട്, ഇതെല്ലാം വീടിൻ്റെയൊക്കെ ലക്ഷറി വരുന്നത് ശുക്രനാണ്. അപ്പോൾ അതിനൊക്കെ തടസ്സം വരും. കാമം, പ്രേമം, പ്രണയം, ഇതിനെല്ലാം ശുക്രൻ്റെ നീചത്വം തടസ്സമാണ്. അപ്പോൾ നമ്മൾ നീചം കൊണ്ട് പൊതുവെ കാരകത്വങ്ങൾ, നീചത്വം വന്നു കഴിഞ്ഞാൽ കാരകബലം പൂർണ്ണമായും കുറഞ്ഞിരിക്കും. ഗ്രഹത്തിന് കാരകത്വമുണ്ട്, ആധിപത്യമുണ്ട്. കാരകബലം പൂർണ്ണമായും കുറഞ്ഞിരിക്കും. നീചഭംഗം വന്നാലെയാണ്. പക്ഷെ കാരകബലം കുറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ ഗുരുവിന് നീചമാണ്. ഗുരു ഉച്ചവും നീചവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ഗുരു ഉച്ചമാണെങ്കിൽ 1000 പേർക്ക് ജീവിക്കാനുള്ള ധനം സമ്പാദിക്കാൻ കഴിയും.
അല്ലെങ്കിൽ ധാരാളം ധനം സമ്പാദിക്കാനുള്ള ശേഷി ഉണ്ടാവും. ധനസമ്പാദനമാണ് പ്രധാനമായിട്ട്. ഒരു ധനം തരുന്ന ഗ്രഹമാണ്, ധനകാരകനാണ്. അപ്പോൾ ധാരാളം ധനം അല്ലെങ്കിൽ ഒരു 10 തലമുറയ്ക്കുള്ള ധനം ഉണ്ടാക്കാനുള്ള കഴിവ് ഗുരുവിനുണ്ടെങ്കിൽ, ഉച്ചഗുരുവിനുണ്ടെങ്കിൽ, നീചഗുരു അവനവൻ്റെ ആവശ്യത്തിനുള്ള ധനത്തിനുള്ള കഴിവുണ്ടാവും. സ്വന്തം കാര്യത്തിന്, സ്വന്തം കുടുംബത്തിൻ്റെ കാര്യത്തിന്, അതിനാവശ്യത്തിനുള്ള വളരെ കുറഞ്ഞ രീതിയിലുള്ള ധനം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവും. ഇതാണ് നീചം എന്ന് പറയുന്ന അവസ്ഥ കൊണ്ട് ഉണ്ടാവുന്നത്. അല്ലാതെ ധനമില്ലാത്ത അവസ്ഥയല്ല ഉണ്ടാവുന്നത്. വളരെ കുറഞ്ഞ രീതിയിൽ ധനം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവും. ശുക്രനാണെങ്കിലും അങ്ങനെയാണ്. ശുക്രൻ ഉച്ചം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രണയങ്ങൾ, ഒരുപാട് കാമുകന്മാർ, ഒരുപാട് കാമുകിമാർ ഉണ്ടാവും. അതിനുള്ള ശക്തി ആ ശരീരത്തിലുണ്ടാവും. ആ ശരീരത്തിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ശരീരത്തിനോട് ചേർന്ന മനസ്സിനുണ്ടാവും. കാര്യം അതിനുള്ളൊരു പ്രണയാതുരത അല്ലെങ്കിൽ പ്രണയശീലം ആ വ്യക്തിയിലുണ്ടാവും. ഉച്ചശുക്രനുള്ള ആളുകൾക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ അന്തർലീനമായിട്ടുള്ള ഒരു ഇത് തന്നെ, വ്യഗ്രത തന്നെ പ്രണയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ശുക്രൻ്റെ ഒരു ഗുണമാണത്. അതേസമയം അത് പലരുമായിട്ട്, ഒരാളുമായിട്ടല്ല. അവർക്കൊരിക്കലും പ്രണയം മടുക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സിനിമയൊക്കെ ചെയ്യുന്നവർ, അവർക്കൊന്നും ഒരിക്കലും അങ്ങനെ പല സിനിമകളിൽ അവരത് ആക്ട് ചെയ്യുന്നത് അവർക്കത് മടുക്കുന്നില്ല. കാര്യം അവർക്കതിൻ്റെ ഒരു അവസ്ഥ ശുക്രൻ്റെ ബലം കൊണ്ട് മറ്റുള്ളവരെ രസിപ്പിക്കുക. എന്താണ് പ്രണയം? പ്രണയം എന്ന് പറയുന്നത് മറ്റുള്ളവരെ രസിപ്പിക്കുകയും മറ്റുള്ളവർക്ക് ഇഷ്ടം തരുന്ന തരത്തിൽ പ്രവർത്തിക്കാനൊക്കെ കഴിവാണ്. ശുക്രൻ മോശം പോകുന്നവരെന്താ സംഭവിക്കുക? മറ്റുള്ളവർക്ക് ഇഷ്ടം തരുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല, മറ്റുള്ളവരെ രസിപ്പിക്കാൻ കഴിയില്ല, മറ്റുള്ളവർക്ക് ഇഷ്ടം തരില്ല. കാര്യം ശുക്രനാണ് നമുക്ക് മറ്റുള്ളവരിലേക്ക് കാമം ജനിപ്പിക്കാൻ കഴിയുക. കാമം എന്ന് പറയുന്നത് ഇഷ്ടമാണ്. മറ്റുള്ളവരെ, ഇപ്പോൾ ഒരു കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിനെ കാണുമ്പോൾ, ഒരു ചെറിയ കുട്ടി കാണുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നുന്നത് അതൊരു ശുക്രൻ്റെ ഒരു ശക്തിയാണ്. ആ കുട്ടിയിൽ മറ്റുള്ളവരെ രസിപ്പിക്കാനുള്ളൊരു ശേഷി ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ അത് ശുക്രൻ നീചമുള്ളവർക്ക് വളരെ കുറഞ്ഞിരിക്കും. എന്നാൽ തീരെ ഇല്ലാതിരിക്കുക എന്നല്ല, ഒരു പ്രണയം നടത്താൻ കഴിയും, ഒരു ലൈഫ് കൊണ്ടുപോകാൻ കഴിയും, ഒരു ദാമ്പത്യം നടത്താൻ കഴിയും. അതല്ലാതെ ശുക്രനില്ലാത്തവർക്ക്, ശുക്രൻ നീചനായവരെല്ലാവരും വിവാഹം കഴിക്കാതെ പ്രണയമില്ലാതെ ജീവിക്കുമെന്നല്ല, ഒന്നിനേ കഴിയുള്ളൂ എന്നുള്ളതാണ്. ശുക്രൻ ഉച്ചം ചെയ്യുമ്പോൾ ഒരു 100 പ്രണയം നടത്താനും അല്ലെങ്കിൽ 100 പേരോട് പ്രണയിക്കാനൊക്കെ കഴിവുണ്ടാവും. അതായത് പ്രണയത്തിന് മടുപ്പില്ലാത്ത ഒരവസ്ഥ ശുക്രൻ്റെ ഉച്ചസ്ഥിതി കൊണ്ടുണ്ടാവും. ആരെ വേണമെങ്കിലും പ്രണയിക്കാൻ കഴിയും, ആരോടും പ്രേമത്തോടു കൂടി പെരുമാറാൻ കഴിയും. പക്ഷെ ശുക്രൻ നീചം വരുമ്പോൾ നേരെ വിപരീതമാണ്, ഒരാളോടെ കഴിയുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ശുക്രൻ്റെ നീചസ്ഥിതിയാണ് ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥയ്ക്ക് നല്ലത്. ഉച്ചസ്ഥിതി വരുമ്പോൾ ഇതെല്ലാം അധികം ആയി നിൽക്കും. പ്രണയമാണെങ്കിലും ലക്ഷ്വറിയസ് ആണെങ്കിലും എല്ലാം വന്നിട്ട് വർദ്ധിച്ച് നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ശുക്രൻ്റെ നീചസ്ഥിതി ആണെങ്കിലോ ഇതെല്ലാം മിനിമൈസാണ്, ലക്ഷ്വറിയസും മിനിമൈസാണ്. അതും പറയാം. വണ്ടി, വീട്, വാഹനം പോലുള്ള അങ്ങനെയുള്ള ചിന്തകളും വളരെ മിനിമൈസ് ആയിരിക്കും. അതിനോടൊന്നും താല്പര്യം കുറവായിരിക്കും. കാരണം എന്താണ്? ബുധൻ്റെ വീട്ടിലാണ്. ബുധൻ എന്താണ്? വിവേകകാരകനാണ്, ജ്ഞാനകാരകനാണ്, വിജ്ഞാനകാരകനാണ്. അപ്പോൾ ബുധൻ്റെ വീട്ടിൽ നിൽക്കുന്ന ശുക്രന് വികാരത്തെ കൊടുക്കാൻ കഴിയുന്നില്ല. വീടിൻ്റെ പ്രാധാന്യമാണ്. ബുധൻ്റെ വീട്ടിൽ നിൽക്കുന്ന ശുക്രൻ വികാരത്തെ അല്ല, അതായത് നീചം ചെയ്യുന്നത് കന്നി രാശിയിലാണ്. കന്നി ബുധൻ്റെ വീടാണ്, ഉച്ച വീടാണ്. അപ്പോൾ അവിടെ എന്ത് പറ്റില്ല? വികാരത്തെ കൊടുക്കാൻ ശുക്രന് കഴിയില്ല. അതേസമയം ഉച്ച നിൽക്കുമ്പോൾ വികാരത്തെ ആയിരിക്കും. അപ്പോൾ നീചവും ഉച്ചവും, ഇപ്പോൾ ഗുരുവിനെ പറഞ്ഞു, ശുക്രനെ പറഞ്ഞു, ബുധനെയും പറഞ്ഞു. അതുപോലെ ചൊവ്വയാണ്. ചൊവ്വ നമുക്ക് എങ്ങനെയാണ്? ചൊവ്വ നിർവികാര ഗ്രഹമാണ്. പ്രധാനമായിട്ട് ധൈര്യം, വീര്യം, വിക്രമം, നിർവികാരം ഇതെല്ലാം തരുന്നത് ചൊവ്വയാണ്. ശക്തി, അതുപോലെ നമുക്ക് ശക്തി തരുന്നതും എനർജി തരുന്നതും അതുപോലെ തന്നെ ധൈര്യം തരുന്നതും, ഒരു കാര്യം പ്രവർത്തിക്കാൻ നമുക്ക് ധൈര്യം വേണം, ഇത് തരുന്നത് ചൊവ്വയാണ്. ചൊവ്വയുടെ ഉച്ചസ്ഥിതി എന്ന് പറയുമ്പോൾ എന്തിനേയും ജയിക്കാനുള്ള, അതായത് പോരാടാനുള്ള കഴിവുണ്ടാവും, തളരില്ല. അപ്പോൾ മിക്കവാറും ചൊവ്വയ്ക്ക് നീചമുള്ളവരെന്തായിരിക്കും? പോരാട്ട വീര്യം കുറഞ്ഞിരിക്കും. പോരാട്ട വീര്യം പ്രത്യേകിച്ചും ഫിസിക്കൽ പോരാട്ടമാണ്. ബ്രെയിൻ ആയിട്ടുള്ള പോരാട്ടം ബുധനാണ്. ഇവിടെ ഫിസിക്കലായിട്ടുള്ള പോരാട്ടത്തിന് ശക്തി കുറഞ്ഞിരിക്കും, മത്സരങ്ങൾ കുറഞ്ഞിരിക്കും, സ്പോർട്സ് കുറഞ്ഞിരിക്കും. സൂര്യൻ്റെ ചൊവ്വയുടെ ഉച്ചസ്ഥിതി കൊണ്ട് ഇതെല്ലാം വർദ്ധിക്കും. മിലിറ്ററി, പോലീസ്, അതിൽ തന്നെ ശൂരതയുള്ള പോലീസുകാരുണ്ട്. നിർവികാര ഗ്രഹമാണ്. ആരോടും ഒരു വികാരം ഉണ്ടാവില്ല ഈ ചൊവ്വ ബലം ചെയ്തവർക്ക്.
ഈ പോലീസുകാർക്കൊന്നും പ്രധാനമായിട്ട് അധികം പോലീസുകാർക്കും കാണാം, അപൂർവം ചില ഇതിൽ ഗുരു ചേർന്ന, ഗുരു വല്ലാതെ അടുക്കുന്നവർക്കൊക്കെ അങ്ങനെയല്ല, ഗുരു ചേർച്ചയില്ലാത്ത, ഗുരുബന്ധം കുറഞ്ഞു നിൽക്കുന്ന ചൊവ്വ ബലമുള്ള പോലീസുകാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ വളരെ, ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് പല പോലീസുകാരുടെയും സ്വഭാവങ്ങളൊക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതൊക്കെ ഇങ്ങനെയാണ്. അവർക്ക് ചൊവ്വയ്ക്ക് അതീത ബലമാണ്. അവർക്ക് ആരോടും യാതൊരുവിധ മമതയില്ല, യാതൊരുവിധ താല്പര്യമില്ല. അവരുടെ അപ്പോഴത്തെ അവസ്ഥയ്ക്കനുസരിച്ച് പെരുമാറാനുള്ള കഴിവാണ് ചൊവ്വ തരുന്നത്. അതുകൊണ്ടാണ് ചൊവ്വയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുക്കാൽ പാപൻ, മുഴു പാപനല്ല ചൊവ്വ, മുക്കാൽ പാപനാണ്. കാൽ ശുഭത്വമാണ്, ധൈര്യം, വീര്യം, വിക്രമം, അത് ആവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷെ മറ്റതൊക്കെ പാപത്വമാണ്. ചൊവ്വ അധികം വരുന്ന യുദ്ധം ചെയ്യണമെങ്കിൽ, ഒരാളെ കൊല്ലണമെങ്കിൽ, രക്തം പുറത്തേക്ക് എടുക്കണമെങ്കിലും ഒക്കെ ചൊവ്വ വേണം. അവിടെയാണ് ഈ ഡോക്ടർ ആവണമെങ്കിലും ചൊവ്വ പ്രധാനമാണെന്ന് പറയുന്നത്. ഡോക്ടർക്ക് എന്താണ്, ഒരു സർജറി ചെയ്യണമെങ്കിൽ ഒരാളെ നിർവികാരമായി കീറി മുറിക്കുകയും രക്തം കണ്ടു കഴിഞ്ഞാൽ പേടിയില്ലാതിരിക്കുന്ന കഴിവൊക്കെ വരണം. ഇതിനെല്ലാം ചൊവ്വ വേണം. ചൊവ്വയില്ലാതെ ഒരാൾക്ക് ഡോക്ടർ ആവാൻ പറ്റില്ല. ചൊവ്വയ്ക്ക് ശുഭത്വം, ചൊവ്വയ്ക്ക് ബലം ഉണ്ടെങ്കിൽ മാത്രമാണ് മെഡിസിൻ പഠിക്കാനോ ഡോക്ടർ ആവാനോ സർജറി ചെയ്യാനോ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആയുർവേദം പോലുള്ളത് ചെയ്യുന്ന പോലെയല്ല ഇങ്ങനെയുള്ള പ്രധാനമായിട്ടുള്ള MBBS ഡോക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ശനിയാണ്. ശനി യഥാർത്ഥത്തിൽ ഈ ചൊവ്വ നീചം ചെയ്തു കഴിഞ്ഞാൽ, നീചഭംഗം ഒക്കെ ചെയ്യുമ്പോഴാണ്, ചൊവ്വ നീചം ചെയ്യുന്നത് കുഴപ്പമില്ല, പക്ഷേ നീചം ചെയ്തു കഴിഞ്ഞാൽ ദിഗ്ബലം ചെയ്യുന്നത് നല്ലതാണ്. പൊതുവെ ചൊവ്വയ്ക്കൊരു ഗുണം എന്ന് പറയുന്നത് എത്ര നീചം ചെയ്താലും ചന്ദ്രൻ്റെ വീട്ടിൽ, ബന്ധുവിൻ്റെ വീട്ടിലാണ് നിൽക്കുക. അപ്പോൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ നീചം പോയാൽ ബന്ധുവിൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. ശത്രുവിൻ്റെ വീട്ടിലല്ല ചൊവ്വ നീചം ചെയ്യുന്നത്, ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് ചൊവ്വ നീചം ചെയ്യുക. അപ്പോൾ ചൊവ്വയ്ക്കൊരു ഗുണമുള്ളത് പൂർണ്ണമായിട്ടും നീചത്വം വരില്ല എന്നുള്ളതാണ്. എന്നാൽ നീചത്വത്തിന് രാഹുബന്ധോ ശനിബന്ധോ വരുമ്പോൾ ചൊവ്വയ്ക്ക് ദോഷം വർദ്ധിച്ചു നിൽക്കും. നീചഗ്രഹങ്ങൾക്ക് പാപത്വം വരാനേ പാടില്ല, വേറൊരു പാപത്വം. അപ്പോൾ ശുക്രനാണെങ്കിലും കന്നിയിൽ നീചം ചെയ്തു അതിൻ്റെ കൂടെ രാഹുവോ ശനിയോ വന്നുകൂടാ, അപ്പോൾ ശുക്രൻ നാശം ചെയ്യും. അങ്ങനെയാണ് ഈ നാശം ചെയ്യുന്നത്. ദോഷം ചെയ്യണമെങ്കിൽ, നീചഗ്രഹം ദോഷം ചെയ്യണമെങ്കിൽ നീചഗ്രഹത്തിൻ്റെ കൂടെ പാപബന്ധം വരണം. അപ്പോൾ ഈ നീചഗ്രഹത്തിന് സ്വതവേ ശക്തിയില്ല എന്ന് മാത്രമല്ല, പാപൻ്റെ കൂട്ടുകൂടി, അതായത് മദ്യപാനിയുടെ കൂട്ട് അല്ലെങ്കിൽ കൊലപാതകിയുടെ കൂട്ട്. മദ്യപാനി എന്ന് പറഞ്ഞാൽ ശനിയാണെങ്കിൽ, ശനി മറ്റേയാൾ കൊലപാതകി, രാഹു കൊലപാതകിയാണെങ്കിൽ, ക്രിമിനലാണെങ്കിൽ, അപ്പോൾ അവരുടെയൊക്കെ കൂട്ടുവരുമ്പോൾ ഈ ശുക്രൻ ആകെ നാശമായി പോകും, അല്ലെങ്കിൽ ഗുരു അത് നാശമായി പോകും, ചൊവ്വ അതീവ നാശമായി പോകും. ചൊവ്വയ്ക്ക് നീചത്തിൽ നിൽക്കുന്ന ചൊവ്വയല്ല ദോഷം, ആ കൂടെ രാഹുവോ അല്ലെങ്കിൽ ശനിയോ, ശനി പ്രത്യേകിച്ച് ചൊവ്വയ്ക്ക് വന്നുകൂടാ. കാര്യം അങ്ങനെ വന്നാൽ നിർവികാര ഗ്രഹമാണെങ്കിലും ആ നിർവികാരത ക്രിമിനൽ വർത്തികളിലേക്ക് പോകും, ക്രൈംസ് ചെയ്യാൻ തുടങ്ങും. മറ്റുള്ളവരെ യാതൊരു നിർദ്ദയമായിട്ട് ഒരു ദാക്ഷിണ്യമില്ലാതെ കൊല്ലാനോ അല്ലെങ്കിൽ മർദ്ദിക്കാനോ പീഡിപ്പിക്കാനോ കൈവെട്ടാനോ ഇതിനെല്ലാം കഴിയുന്നത് ചൊവ്വയ്ക്ക് പാപത്വം വരുന്നതുകൊണ്ടാണ്. സ്വയം ആത്മഹത്യ ചെയ്യുന്നതും ചൊവ്വയുടെ പാപത്വം, ചൊവ്വ രാഹു ലഗ്നത്തിൽ ചേരുന്നതുകൊണ്ടാണ്. സ്വയം ആത്മഹത്യ ചെയ്യുന്നവരുടെ ജാതകങ്ങളിലും അവർക്ക് സ്വയം ഹത്യ ചെയ്യണമെങ്കിലും ചൊവ്വ ബലം വേണം, ധൈര്യമില്ലാതെ ചെയ്യാൻ പറ്റില്ല. അതിന് ചൊവ്വയ്ക്ക് രാഹുബന്ധം വന്ന് ആ 6, 8, 12 ദശകൾ നടക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ലഗ്നത്തിലും ആവും ചെയ്യുക, ലഗ്നബന്ധവും വരിക. അങ്ങനെ വരുമ്പോഴാണ് സ്വയം ആത്മഹത്യക്ക്, സ്വയം ഹത്യ, അതാണല്ലോ ആത്മഹത്യ ചെയ്യാൻ കഴിയുക. അത് കഴിഞ്ഞ് ശനി ഇതൊക്കെ കാരകത്വങ്ങൾ. നീചം പോയി കഴിഞ്ഞാൽ നല്ലതാണ്. ചൊവ്വ നീചം പോകുന്നത് ഒരു കണക്കിൽ നല്ലതാണ്. ഉച്ചം പോവുകയാണെങ്കിൽ 3, 6, 11 ഭാവങ്ങളിൽ നിൽക്കണം ചൊവ്വ. കാര്യം പാപഗ്രഹങ്ങൾ ഉച്ചം ചെയ്യുന്നതിനേക്കാൾ നല്ലത് നീചം ചെയ്യുന്നതാണ്. ശുഭഗ്രഹങ്ങൾ എപ്പോഴും നീചം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഉച്ചം ചെയ്യുന്നതാണ്. കാര്യം അവരുടെ കാരകത്വം നമുക്ക് ആവശ്യമാണ്. ബുധൻ്റെ കാരകത്വം ബുദ്ധിയാണ്, ഗുരുവിൻ്റെ കാരകത്വം ധനമാണ്, ശുക്രൻ്റെ കാരകത്വം കാമമാണ്. ഇത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്, നിർബന്ധമുള്ള കാര്യമാണ്. ഇത് നീചം പോകുന്നതിനേക്കാൾ നല്ലത് ചൊവ്വയുടെ കാരകത്വം നീചം പോവാം. ചൊവ്വ എന്താണ്? നിർവികാരമാണ്, ധൈര്യം, വീര്യം, വിക്രമാണ്, രക്തം കണ്ടാൽ പേടിക്കാത്ത സ്വഭാവമാണ്, അക്രമാസക്തമാണ്, അതുപോലെ യുദ്ധസന്നദ്ധതയാണ്. ഇതെല്ലാം നീചം ചെന്നൈക്കൊണ്ട് ഒരു കുഴപ്പമില്ല. സൗമ്യനായ ഒരു മനുഷ്യനെ നമുക്ക് സൊസൈറ്റിക്ക് നല്ല എന്ന് പറയുന്ന ഒരാളെ ചൊവ്വയുടെ നീചത്വം നമുക്ക് തരിക ചെയ്യാം. അത് ഉച്ചം ചെയ്യുമ്പോൾ എന്ത് വേണം? 3, 6, 11 ഭാവങ്ങളിൽ നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്ത് സംഭവിക്കില്ല? ലഗ്നമായിട്ട് ബന്ധം വരില്ല, ലഗ്നത്തിലേക്ക് ഈ സ്വഭാവങ്ങൾ വരില്ല. ശത്രു വരുമ്പോൾ 6ാം ഭാവത്തിൽ നിന്നു, അപ്പോൾ ശത്രു വരുമ്പോൾ ഇദ്ദേഹത്തിന് ഈ സ്വഭാവം വരും, അത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നിൽക്കണം. അതുപോലെ തന്നെയാണ് ശനി നീചം എന്ന് പറയുന്നത് മേടം രാശിയിൽ നിൽക്കുമ്പോഴും ഉച്ച എന്ന് പറയുന്നത് തുലാം രാശിയിൽ നിൽക്കുമ്പോഴാണ്. ചൊവ്വയുടെ വീട്ടിൽ നിൽക്കുന്ന ശനിയാണ് നീചം ചെയ്യുന്നത്. അപ്പോൾ ആ ശനിക്ക് എന്താണ്? ശനി നീചം ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം ശനിയുടെ ദുഃഖകാരകനാണ്, ദുരിതകാരകനാണ്, രോഗകാരകനാണ്. ശനി ഏറ്റവും ദോഷമുള്ള ഒരു ഗ്രഹമാണ്. ശനി നീചം ചെയ്യുന്നത് വളരെ നല്ലതാണ്, ദിഗ്ബലം ചെയ്യുന്നതും നല്ലതുമാണ്. പക്ഷെ ശുഭത്വം വരണം.
ലഗ്നബന്ധം വന്നുകൂടാ ശനിക്ക്, ശുഭത്വമില്ലാതെ. ശനി വളരെ മോശം ഗ്രഹമാണ്. ദുരിതം, ദുഃഖം, അങ്ങനെയുള്ള എല്ലാം തരുന്ന ഒരു ഗ്രഹമാണ്. അപൂർവം ആളുകൾക്കേ ശനിയുടെ ഗുണങ്ങൾ, ശനിയുടെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഗുരുവുമായിട്ട് ശനിക്ക് ബന്ധം വരുന്നവർ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ വക്കീലാവണമെങ്കിൽ ശനിയാണ് അതിൻ്റെ കാരകൻ. കാര്യം കറുത്ത വസ്ത്രമിട്ട ജോലിയാണ്. അപ്പോൾ കറുത്ത കൂട്ടിട്ട ജോലിക്ക് ശനിയാണ് കാരകത്വം കൊടുക്കുന്നത്. ആ ശനി കാരകത്വം എങ്ങനെ കൊടുക്കും? ഗുരുബന്ധം വരണം, അല്ലെങ്കിൽ ശുക്രബന്ധം ശനിക്ക് വന്ന് ശുഭബന്ധങ്ങൾ അല്ലെങ്കിൽ ബുധബന്ധം വന്ന് അല്ലെങ്കിൽ അംശകത്തിലെങ്കിലും ശനി ശുഭനായി നിന്നിട്ടാണ് വക്കീലാവുന്നത്. അതതിൻ്റെ ക്വാളിറ്റി. ഗുരുബന്ധം വന്ന വക്കീൽ എന്ന് പറഞ്ഞാൽ അയാൾ നല്ല വക്കീലുമായിരിക്കും, അയാൾ അവസാനം ജഡ്ജാവുകയും ചെയ്യും നല്ല ദശകൾ വരുമ്പോൾ. അപ്പോൾ ശനിക്ക് ശുഭത്വം വന്നില്ലെങ്കിൽ ശനി ഉച്ചം വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ശനി നീചം വരുന്നത് തന്നെയാണ് നല്ലത്. ശുഭത്വം ചെയ്യുന്ന ശനി നീചത്തിൽ നിൽക്കുകയാണെങ്കിൽ ജാതകത്തിന് നല്ലതാണ്. അതായത് ശുക്രയോഗം, ബുധയോഗം, ഗുരുയോഗം, പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടിയോഗം, ഇതാണ് ശുഭത്വം. ഇങ്ങനെ വരുന്ന ഗ്രഹങ്ങൾക്കേ പാപത്വം ഇല്ലായ്മ ചെയ്ത്, അതായത് ശുഭൻ്റെ കൂടെ കൂടുമ്പോൾ, ഒരു വലിയ വ്യക്തി അല്ലെങ്കിൽ ഒരു നല്ലൊരു വ്യക്തിയുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഒരു നാട്ടു പ്രമാണി അല്ലെങ്കിൽ ഗുണനായിട്ടുള്ള സമ്പന്നനായിട്ടുള്ള സത്വഗുണങ്ങൾ ചേർന്ന ഒരാളുടെ കൂടെ കൂടുന്ന പാപൻ ആ സമയത്തെങ്കിലും പാപത്വം ചെയ്യാതിരിക്കും. കാര്യം അയാൾക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം സത്വഗുണങ്ങൾ അധികമായിട്ടുള്ള ഒരാളുടെ കൂടെ നടക്കും, നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല, ചെയ്യാനും പറ്റില്ല, അയാൾ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ശുഭത്വമുള്ള ശനിയോ ശുഭത്വമുള്ള ചൊവ്വയോ ആണ് നല്ലത്. ഉച്ചമായിട്ടുള്ള പാപഗ്രഹങ്ങളല്ല, നീച പാപഗ്രഹങ്ങളാണ് നല്ലത്. പക്ഷെ അവർക്ക് ശുഭത്വമാണ് വേണ്ടത്. അപ്പോൾ നീചൻ എന്ന് പറയുന്നത് കാരകത്വം, ഇങ്ങനെയാണ് കാരകത്വം. ഇനി ആധിപത്യം വരുമ്പോൾ, ഇവിടെ ആധിപത്യം ഉണ്ടല്ലോ, ഓരോ ഗ്രഹങ്ങൾക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രഹങ്ങളുടെ നീചസ്ഥിതി എന്ന് പറയുന്നത് കാരകത്വത്തെ കുറയ്ക്കും, ഉച്ചസ്ഥിതി കാരകത്വത്തെ വർദ്ധിപ്പിക്കും. ആധിപത്യം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ്. ആധിപത്യം എന്ന് പറയുന്നത് ഉച്ചയാണെങ്കിലും നീചാണെങ്കിലും 6, 8, 12 ഭാവ ആധിപത്യം വരുന്ന ഒരു ഗ്രഹം ഉച്ചനാണെങ്കിലും ശരി, നീചനാണെങ്കിലും ശരി, അത് ഗുരുവാണെങ്കിലും ശുക്രനാണെങ്കിലും എന്താണെങ്കിലും ദശ വരുമ്പോൾ, ആ ഗ്രഹത്തിൻ്റെ ദശ വരുമ്പോൾ ആ ആധിപത്യ ഫലം തരും. 6ാം ഭാവ ആധിപത്യം. അപ്പോൾ അവിടെ ഭാവത്തിൻ്റെ കാരകത്വം നോക്കണം. 6ാം ഭാവത്തിന് രോഗം, ദുരിതം, കടം, ശത്രു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 6ാം ഭാവാധിപത്യം വന്ന ഗുരുവാണെങ്കിലും, 6ാം ഭാവാധിപത്യം വന്ന ശുക്രനാണെങ്കിലും, 6ാം ഭാവാധിപത്യം വന്ന ബുധനാണെങ്കിലും, 6ാം ഭാവാധിപത്യം വന്ന ചന്ദ്രനാണെങ്കിലും, 6ാം ഭാവാധിപത്യം വന്ന ചൊവ്വ, ശനി, ആരാണെങ്കിലും അവർ ഉച്ചം ചെയ്യുന്നത് നന്നല്ല. അപ്പോൾ 6ാം ഭാവാധിപത്യം ഉച്ചം ചെയ്യുന്നത് നന്നല്ല എന്ന് പറഞ്ഞാൽ ദശാസമയത്ത്, ആ ദശയുടെ സമയത്താണ് പറയുന്നത്. ആ ദശ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉച്ചം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദശ ജീവിതത്തിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. മിക്കവാറും എല്ലാ ദശയും നമ്മുടെ ജീവിതത്തിൽ വരില്ല, എല്ലാ ഗ്രഹങ്ങളുടെ ദശയും വരില്ല. ഒരു 5, 6 ദശകളല്ലേ അധികം കാണുള്ളൂ. അപ്പോൾ ഉച്ചം ചെയ്ത 6ാം ഭാവാധിപൻ്റെ ദശ വരുന്നത് നന്നല്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശുഭബന്ധങ്ങൾ ഈ ഗ്രഹത്തിനുണ്ടാവണം. ശുഭബന്ധങ്ങൾ, അല്ലെങ്കിൽ 2 ക്ഷേത്രങ്ങളുള്ള ഗ്രഹങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒന്നിന് 6ാം ഭാവാധിപത്യം ഉണ്ട്, ഒന്നിന് 3ാം ഭാവാധിപത്യം ഉണ്ട്. ഇപ്പോൾ തുലാലഗ്നത്തിന് നോക്കിക്കഴിഞ്ഞാൽ ഗുരു വന്നിട്ട് 3ാം ഭാവാധിപനും 6ാം ഭാവാധിപനുമായി വരും. അങ്ങനത്തെ സമയത്ത് ഉച്ചം ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നേരെ 6ാം ഭാവത്തിലേക്കാണ് ഗുരു നോക്കുക, നേരെ 6ാം ഭാവത്തിലേക്കാണ്. ആ ഉച്ചത്തിനേക്കാൾ നല്ലത് മിഥുനത്തിൽ നിൽക്കുന്ന ഗുരുവാണ്. കാര്യം മിഥുനത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഗുരു 3ലേക്കാണ് നോക്കുക. അപ്പോൾ ഉച്ചം നന്നോ അല്ലെങ്കിൽ മിഥുനം നന്നോ, ശത്രുക്ഷേത്ര സ്ഥിതിയാണ്. ബുധൻ എന്ന് പറയുന്നത് ശത്രുക്ഷേത്ര സ്ഥിതിയാണ്. ബുധൻ്റെ വീട് ഗുരുവിന് ശത്രുക്ഷേത്രമാണ്. ഉച്ചം എന്ന് പറയുന്നത് എന്താണ്? പൂർണ്ണമായി ബലമുള്ള സമയമാണ്. പക്ഷെ ആ പൂർണ്ണ ബലത്തിനേക്കാൾ നല്ലത് മിഥുനത്തിൽ നിൽക്കുന്ന ഗുരുവാണ്, തുലാലഗ്നത്തിൽ. അതുപോലെ ചിങ്ങത്തിൽ നിൽക്കുന്ന ഗുരുവാണ്. ചിങ്ങത്തിലായത് എന്തായി? സ്ഥാനബലം വന്നു, അതിബന്ധു ക്ഷേത്രത്തിൽ വന്നു. ഇങ്ങനെയാണ് ഫലം എടുക്കുക. ബുധൻ്റെ ക്ഷേത്രം ശത്രുക്ഷേത്രമാണ്. ശത്രുക്ഷേത്രം ആണെങ്കിലും 3ാം ഭാവമായിട്ട് മാത്രം ബന്ധപ്പെടുന്നതുകൊണ്ട് 3ാം ഭാവത്തിന് പ്രാധാന്യം വന്നുകൊണ്ട് വല്ലാതെ ദോഷം ചെയ്യില്ല തുലാലഗ്നത്തിന് ഗുരു. അതേമാതിരി തന്നെ ചിങ്ങത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതിബന്ധു ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗുരുവാണ്. ചിങ്ങത്തിൻ്റെ അതിബന്ധു ക്ഷേത്രമാണ്. സൂര്യൻ്റെ വീട് അതിബന്ധു ക്ഷേത്രം, ബന്ധുക്ഷേത്രം ചൊവ്വയുടെ വീടുകളാണ്. അപ്പോൾ അതിബന്ധുവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഗുരു അവിടെ നിന്നിട്ട് 5ാം ദൃഷ്ടി കൊണ്ട് ആരെ നോക്കും? 3ാം ഭാവത്തിന് നോക്കും. 6ാം ഭാവത്തിൽ ദൃഷ്ടി ചെയ്യില്ല. അപ്പോൾ ആ ഗുരു എന്ത് ചെയ്യും? ഗുണം ചെയ്യും. അപ്പോൾ ഉച്ച ഗുരുവാണോ നല്ലത്? ആധിപത്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ഗുരുവിൻ്റെ ദശ വരുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ഥാനപനത്തിലേക്കാൾ, ഉച്ചത്തിനേക്കാൾ നല്ലത് 6, 8, 12 ഭാവാധിപത്യം വരാത്ത ദശകളാണ്. അപ്പോൾ ഭാവങ്ങളുടെ പ്രാധാന്യം ദശകളിലാണ്. ആധിപത്യത്തിൻ്റെ പ്രാധാന്യം വരുന്നത് ദശകളിലാണ്. ഈ ദശകളെയും അതുപോലെ കാരകത്വങ്ങളെയും ശരിക്കും മനസ്സിലാക്കി ജ്യോതിഷത്തെ നല്ല രീതിയിൽ നമ്മൾ
ചിന്തിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും, പക്ഷേ നല്ല രീതിയിൽ ചിന്തിച്ചെടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. എന്തായാലും ഇതിൻ്റെ കമൻറ്റുകളുടെ ഇടയിൽ പല കമൻറ്റുകളും ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ വീഡിയോകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് പുറമെ ചില ആളുകൾ പറയാം പരാശരൻ കൃതമല്ല ഇത്, അല്ലെങ്കിൽ വരാഹമീര കൃതമല്ല ഇത്, അവർ ശ്ലോകങ്ങളിൽ നിന്ന് ജ്യോതിഷം പഠിച്ച പല ആചാര്യന്മാരുണ്ടാവാം. നമുക്കിന്ന് വെറും ശ്ലോകങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അത് മാത്രമേ ജ്യോതിഷമുള്ളൂ എന്ന് മനസ്സിലാക്കി പ്രാക്ടിക്കലായിട്ട് അതിനെക്കുറിച്ച്, അതായത് ഒരു കാര്യത്തെ അത് എന്തിന് എന്തുകൊണ്ട് എന്നുള്ള 3 ഉത്തരങ്ങളും തേടി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ആ സബ്ജക്റ്റ് മനസ്സിലാവുക. അപ്പോൾ അത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ആചാര്യനിലൂടെ മാത്രം സിദ്ധിച്ചതേ അല്ല. ഒരു ആചാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രളയം, അങ്ങനെ ഒരു അവസ്ഥയില്ല. ജ്യോതിഷം വളർന്നുകൊണ്ടേയിരുന്നതാണ്. പരാശരൻ നമ്മൾ ഇതെല്ലാം സൃഷ്ടിച്ചെങ്കിൽ അതിന് ശേഷം വന്നിട്ടുള്ള ആചാര്യന്മാർ വീണ്ടും വരാഹമീരനെ പോലുള്ള ഒരുപാട് ആചാര്യന്മാർ അതിലെല്ലാം, ഇപ്പോൾ KP സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 100 വർഷം ആയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഒരുപാട് ആചാര്യന്മാർ ഭാരതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു ശാസ്ത്രമാണ്. അപ്പോൾ പുതിയ ചിന്തകൾ, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, ഇന്ന് മൊബൈലും ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറൊക്കെ ഉള്ള സമയത്ത് ഈ ഒരു ഗ്രഹനിലയിൽ ലഗ്നം ഗണിക്കാൻ വേണ്ടി നമുക്ക് അരമണിക്കൂർ 1 മണിക്കൂറൊന്നും വേണ്ട, വെറും 5 സെക്കൻഡ് മതി. അപ്പോൾ കാലം മാറിയതിനനുസരിച്ച് ജ്യോതിഷത്തിൽ ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നില്ല. ഇത് മരിച്ച ശാസ്ത്രമാണെന്ന് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് ജ്യോതിഷത്തിൻ്റെ അന്ധകത്വമാണ്. ജ്യോതിഷം വളരുന്ന ശാസ്ത്രമാണ്, ജനിച്ച ശാസ്ത്രമാണ്, മരിച്ച ശാസ്ത്രമല്ല. പരാശരനിലൂടെയും വരാഹമീരനിലൂടെയും ജനിച്ച ശാസ്ത്രമാണ്. അതിൽ നിന്നു എന്ന് ചിന്തിക്കുന്നത് അല്പത്വമാണ്. അതിലല്ല നിൽക്കുക, അത് വളർന്നുകൊണ്ടേയിരിക്കും. കാര്യം ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുന്നത് വരെ അത് വളരണം. അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാലാണ് അത് പരാശരൻ പറഞ്ഞത്. നമ്മുടെ ഭാരതശാസ്ത്രത്തിൽ ഒരിക്കലും ഒരു ശാസ്ത്രങ്ങളെയും മരിപ്പിച്ചിട്ടില്ല. അത് വേദമാണെങ്കിലും എന്ത് ചിന്താഗതിയാണെങ്കിലും അതിന് വളർച്ചയുണ്ട്, കാലികമായ മാറ്റങ്ങളുണ്ട്. കാലികമായ മാറ്റങ്ങൾക്ക് അനുസരിച്ചാണ് അത് വളരുക. കാര്യം ഒരു ആചാര്യൻ്റെ അഭിപ്രായത്തിൽ നിൽക്കുന്നവരല്ല ഭാരതീയർ. അവരവരുടെ കാലത്തിനും അവരവരുടെ അവസ്ഥയ്ക്കും അനുസരിച്ച് ഓരോ ആചാര്യന്മാരും, എൻ്റെ ആചാര്യം പറയുന്നതാണ്. പരാശരനിൽ നിന്ന് ഞാൻ പരാശരനിൽ നിന്നോ വരാഹമീരിൽ നിന്നോ നേരിട്ട് ഞാൻ പഠിക്കുന്നില്ല. എൻ്റെ ആചാര്യനിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. എനിക്ക് ഒരുപാട് ആചാര്യന്മാരുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും യുക്തിസഹമായി തോന്നുന്ന ഒരു ആചാര്യൻ്റെ വാക്കുകളും അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റാസും. കാര്യം അദ്ദേഹം 2-3 ലക്ഷം ജാതകങ്ങൾ നോക്കിയും അതിൻ്റെ ഡാറ്റ ഉണ്ടാക്കിയും ഈ ജാതകങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിച്ചതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടം വരുന്നത്. മറ്റുള്ളവരൊക്കെ ജ്യോതിഷത്തിൽ അവരുടെ കയ്യിൽ ഒരു ഡാറ്റ ഉണ്ടാവില്ല. ഒരു 10,000 ജാതകം കയ്യിലുണ്ടോ വെച്ചാൽ ഉണ്ടാവില്ല. 10,000 ജാതകം അവർ നോക്കിയിട്ടുണ്ടാവും, പക്ഷെ അത് അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഡോക്ടറുടെ ജാതകം എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ അത് പറയാൻ കഴിയില്ല. അങ്ങനെയല്ല ജ്യോതിഷം ചെയ്യേണ്ടത്. ജ്യോതിഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ജാതകം എഴുതി പരിശീലിക്കണം. ഓരോ ദശാപഹാര ചിത്രങ്ങളിലൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മൾ എഴുതി നോക്കണം. ദെൻ നമുക്ക് കിട്ടുന്ന ജാതകങ്ങൾ, നമ്മുടെ കൈ കിട്ടുന്ന ജാതകങ്ങളൊക്കെ നമുക്ക് ഡാറ്റ ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്, എങ്ങനെയാണ്, എങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ നമ്മളതിനെ ഡാറ്റാബേസായി പഠിച്ചാൽ മാത്രമേ ജ്യോതിഷത്തിൻ്റെ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ജ്യോതിഷത്തെ നശിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും. ഒരു ശ്ലോകങ്ങളിലും ജ്യോതിഷം നിൽക്കുന്നില്ല. ജ്യോതിഷത്തെ ഒരു ശ്ലോകത്തിൻ്റെ ഉള്ളിൽ നിർത്താമെന്ന് ഏതെങ്കിലും ആചാര്യന്മാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ